ഇലക്ഷനാണ് ചൂട്. നമ്മുടെ പാലക്കാടിനെ കുറിച്ചിട്ടാണ് പറയാൻ വരുന്നത്. പാലക്കാട് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ശോഭ ചേച്ചി, അതുപോലെ തന്നെ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇന്നമ്മാറിന് ഇറങ്ങണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് റസാഖ് അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എനിക്ക് അറിയില്ല. ഇപ്പോൾ അടുത്താണ് അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ UDFിൻ്റെ വിശാന്തി അറിയാമല്ലോ നമുക്ക്, UDF സ്ഥാനാർത്ഥി. എന്തായാലും അവിടെ ഏറെക്കുറെ NDA ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ പാലക്കാട്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല കേട്ടോ, ഒരു പൊതു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും NDA അത് ശോഭ ചേച്ചി അത്രയും എക്സ്പീരിയൻസ് ഉള്ള, രാഷ്ട്രീയപരമായി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവും കൂടിയാണ്. അപ്പോൾ അത് അവിടെ ജയിക്കാനുള്ള സാധ്യതയും ആൾക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ എക്സ്പീരിയൻസ്, രാഷ്ട്രീയം നോക്കുമ്പോൾ ആൾക്കാർ അതിലേക്ക് വോട്ട് ചെയ്യാനൊക്കെ കൂടുതൽ നോക്കുള്ളൂ. പക്ഷേ ഞാനൊന്നും തന്നെ അറിയാതെ ഒരു അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയൊരു മനുഷ്യനാണ് ഈ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹം റസാഖ് NMR എന്നുള്ള പേരുകൾ. സോറി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരുകൾ വരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിൽ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇപ്പോൾ അടുത്ത് തന്നെ കേട്ട് ഓരോ കാര്യങ്ങൾ കേട്ടൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു, കേട്ടു, അങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സത്യത്തിൽ ആ മനുഷ്യന് ഇലക്ഷനിൽ നിൽക്കണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ 3ാം സ്ഥാനമാണ് LDFിന് പല പ്രാവശ്യമായിട്ടും കിട്ടിയിരിക്കുന്നത്. 3ാം സ്ഥാനമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കണ്ടപ്പോൾ 3ാം സ്ഥാനത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹം മത്സരിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ വ്യക്തി, ഇത്രയും നല്ല വ്യക്തി, ഒരു രാഷ്ട്രീയത്തിലും ഒന്നിലും ഉൾപ്പെടാതെ വിജയിക്കാതെ തന്നെ ഇത്രയും വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ അത്രയും സഹായിച്ച്, അത്രയും കൂടെ നിന്ന്, അത്രയും കാര്യങ്ങളൊക്കെ നോക്കി ശ്രമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് വളരെ ഗുണമാണ്, പാലക്കാട്ടുകാർക്ക് വളരെ ഗുണവും, പാലക്കാട്ടുകാർ ഒരുപാട് നന്മ കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ജയിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തികൾ ജയിക്കേണ്ട സ്ഥലത്ത് നിർത്തുക. ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കും എന്നുള്ളതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ ഇനി പാലക്കാട്ടുകാർ മാറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് ജയിപ്പിക്കുകയാണെങ്കിൽ ജയിച്ചു. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും 100% ഉറപ്പാണ്. അവിടെ BJP ശോഭ ചേച്ചി ജയിച്ചാലും വിശാന്തി ജയിച്ചാലും അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ്. ഓരോ വീട്ടിലും പാലക്കാടുള്ള ഓരോ വീട്ടുകാരുടെയും ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ജ്യേഷ്ഠനായിട്ടും, ഒരു അനുജനായിട്ടും, മകനായിട്ടും, സഹോദരനായിട്ടും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വേണമെങ്കിൽ കുട്ടികൾക്ക് മാമനായിട്ടും, കുട്ടികൾക്ക് മാമന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല എല്ലാവർക്കും. നമുക്കൊക്കെ മാമന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും അച്ഛൻകാട്ടിയും കൂടുതൽ സ്നേഹം മാമന്മാരോടായിരിക്കില്ല നമുക്ക്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയുടെ ആങ്ങളമാരാണെങ്കിൽ മാമനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛന്മാരൊക്കെ കൂടുതൽ സ്നേഹം. നമുക്ക് നല്ലൊരു ഫ്രണ്ട്സിൻ്റെ പോലെ തന്നെ മാമന്മാരുടെ അടുത്ത് ഇടപെടുകാനും കാര്യങ്ങൾ പറയാനും കൂടെ നിൽക്കാനും. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അച്ഛനും അമ്മയും ചീത്ത പറയുമ്പോഴും നമ്മളെ മാമൻ നമ്മളെ കൂടെ നിൽക്കൂലേ, കൂടെ നിന്ന് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾക്ക് രാഷ്ട്രീയപരമായിട്ട് വരുമ്പോൾ അത് അവിടെ പ്രതിഫലിക്കണമെന്നില്ല, രാഷ്ട്രീയപരമായിട്ട് അത് വിജയിക്കണമെന്നില്ല. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും 3ാം സ്ഥാനമൊക്കെ പോവുകയാണെങ്കിൽ പോട്ടെ, തോൽക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് വന്ന് തോറ്റാലും അത് വലിയൊരു സങ്കടപ്പെടുന്നത് അവിടുത്തെ നാട്ടുകാർക്കായാലും, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത നാട്ടുകാർക്കായാലും, ഇപ്പോൾ സാധാരണ പൊതുജനങ്ങളായിട്ടുള്ള ഒരുപാട് പൊതുജനങ്ങൾക്കായാലും അത് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും അദ്ദേഹമൊക്കെ ജയിക്കുകയാണെങ്കിൽ ആ നാട്ടിന് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരു പക്ഷം. പക്ഷേ എന്നിരുന്നാലും ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഉപകാരപ്പെട്ട് വളരെ ഉയരങ്ങളിലേക്ക് ആ മണ്ഡലം ഉയർന്നു വരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പ്രാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ NDA എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ 2 സീറ്റ് നേടും എന്നുള്ളതിൽ എനിക്ക് ഏറെക്കുറെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2 സീറ്റ്, ഒന്ന് മഞ്ചേശ്വരം, വേറൊന്ന് പാലക്കാട്. ഈ 2 സീറ്റുകളും അവർ ഉറപ്പിച്ചിട്ട് സീറ്റുകളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം 2 സ്ഥലത്തും സ്ഥാനാർത്ഥികൾ അത്ര ശക്തരല്ല. പിന്നെ പാലക്കാടിന് നല്ല പേരോട്ടുള്ള പാലക്കാടിൽ NDAക്ക് നല്ല പേരോട്ടുള്ള സ്ഥലമാണ് ഈ മഞ്ചേശ്വരമായാലും പാലക്കാടായാലും. കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേശ്വരത്ത് നിസ്സാര വോട്ടിനാണ് തോറ്റത്. പാലക്കാടായാലും ജയിക്കുമെന്നുള്ള ധാരണയിൽ നിന്നിട്ട് ഷാഫി എന്ന ഒരു വ്യക്തി പ്രഭാവത്തിലാണ്, അല്ലാതെ UDF എന്നുള്ളതില്ല. വ്യക്തിക്ക് കിട്ടിയ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിച്ചു. അത് മാങ്കൂട്ടം വന്നത് കളഞ്ഞ് കൊളാക്കി എല്ലാം കൂടി നശിപ്പിച്ച് കളയുകയും ചെയ്തു. കാരണം വെച്ചാൽ
അധികം അവിടെ നല്ല രീതിയിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ അവസാനം അനാവശ്യമായ കാര്യങ്ങളൊക്കെ പെട്ട് പ്രശ്നങ്ങളായി പാർട്ടി പുറത്താക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തി. ഇങ്ങനൊരു ആ ഉണ്ടായിരുന്ന ഒരു പേരും ഇതിലൊക്കെ അവർ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാരുടെയും ഏതൊരു പാർട്ടിക്കും വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ 3 പാർട്ടിയിൽ ഒരു പാർട്ടി ഞാനാണ്, എനിക്കുണ്ട്, ഇല്ലായ്മയൊന്നുമില്ല. ഞാൻ പൊതുപ്രവർത്തനമൊന്നുമല്ല. 3 പാർട്ടിയിൽ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ആ പാർട്ടിയുടെ കാര്യം നമ്മൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, RSS എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഘടനയാണ് അല്ലേ, ഇന്ത്യയിൽ വലിയൊരു സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയല്ലേ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയാണല്ലേ ഈ RSS എന്ന് പറയുന്നത്. അപ്പോൾ ഏതുമായിക്കോട്ടെ, അത് എൻ്റെ മനസ്സിലിരുന്നോട്ടെ, അത് എൻ്റെ കാര്യത്തിലിരുന്നോട്ടെ. അത് പക്ഷേ പൊതുവായിട്ടുള്ളൊരു വീഡിയോ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അവിടെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി നമ്മളാരും ഒരു ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും പാലക്കാട് മത്സരിക്കുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വളരെ നല്ല വ്യക്തിയാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ശോഭ ചേച്ചി രാഷ്ട്രീയപരമായിട്ട് വളരെ വളരെ ഉയരങ്ങളിലാണ്. ശോഭ ചേച്ചിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ 1.5 പവറുള്ള ഒരു ലേഡിയാണ്. അവരൊക്കെ ജയിച്ച് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പൊതുജനങ്ങൾ പല ആൾക്കാരും BJPയിലെ പല പ്രവർത്തകരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശോഭ ചേച്ചിയുടെ സംസാരം അതുപോലെയാണ്. പക്ഷേ NMR പോലുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം എന്ന് പറഞ്ഞാൽ എത്രയധികം ഉപകാരം ഉണ്ടാവും എന്നുള്ളത് 5 വർഷം കൊണ്ട് ആ പാലക്കാട് തലതിരിഞ്ഞ് മാറുകയും ചെയ്യും. പിന്നീട് പാലക്കാട് വേറെ പാർട്ടിക്ക് കിട്ടുമോ എന്നുള്ളത് സംശയത്തിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, നന്ദി, നമസ്കാരം എല്ലാവർക്കും.